തീരുന്നതായ ഒരു വേദഭാഗമാണ്. ഏവർക്കും സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. പ്രൈസലോ അവിടെ പ്രൈസലോ ഹല്ലേലൂയ. ജന്മനാ കുരുടനായിരിക്കുന്ന ഒരുവനെ കർത്താവായ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നതും ആ സൗഖ്യത്തും ആയതിനു ശേഷം അതിനുശേഷം ഉണ്ടാകുന്ന അനന്തര സംഭവങ്ങളെ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ഹല്ലേലൂയ, ജന്മന അന്ധനായിരിക്കുന്നവനെ കർത്താവ് എന്തു ചെയ്തു? അവനെ സൗഖ്യമാക്കുവാനായിട്ടിടയായി തീർന്നു. അവൻ സൗഖ്യമായതിനു ശേഷം നാം കാണുന്നത് ഇവന്റെ പ്രൈസ് ഹല്ലേലൂയ, അവന്റെ സൗഖ്യത്തെ പറ്റി പലവിധമായ ചോദ്യങ്ങൾ ഉയരുന്നതും പലരും പലവട്ടം അവനോട് അവന്റെ സൗഖ്യം എപ്രകാരമായിരുന്നു, ആരാണ് നിന്നെ സൗഖ്യമാക്കിയതെന്ന് ചോദിക്കുന്നതായ ഭാഗങ്ങൾ സവിസ്തരം വിവരിച്ചിരിക്കുന്നതായ ഹല്ലേലൂയ അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. അതിൽ കാണുന്ന 3 വ്യത്യസ്ത നിലകളിലുള്ളതായ ഹല്ലേലൂയ ആൾക്കാരെയാണ്. അതായത് ജന്മന അന്ധനായിരുന്ന ഈ മനുഷ്യന്റെ അവന്റെ സൗഖ്യത്തിന് മുമ്പും അവന്റെ സൗഖ്യത്തിന് ശേഷവും അവനെ സമീപിക്കുന്നതായ വ്യത്യസ്തമായ ആൾക്കാരെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആദ്യത്തെ കൂട്ടർ അവരെ പറ്റി ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു, അവർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിനുള്ള മറുപടി 3-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. ആ മറുപടി ഇപ്രകാരമാണ് കർത്താവ് പറയുന്നത്, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ, അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിപ്പെടേണ്ടതിന് ആകുന്നു എന്ന്. ഒന്നാമതായിട്ട് 9-ാം അധ്യായത്തിൽ ഈ അന്ധനായ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന യേശുവും ശിഷ്യന്മാരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ഇവനെ കണ്ടപ്പോൾ അവൻ ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്? ആര് ചെയ്ത പാപത്തിന്റെ അനന്തര ഫലമാണ് ഇന്ന് പകൽക്കാലം ഇവൻ കുരുടനായിട്ട് ജനിക്കുവാനുള്ള കാരണം? അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഇവനിങ്ങനെ കുരുടനായി ജനിക്കുവാൻ ഇവന്റെ അപ്പനോ അമ്മയോ പാപം ചെയ്തതിന്റെ പരിണിത ഫലമാണോ? ഇന്ന് പകൽക്കാലം ഇവൻ നമ്മുടെ മുമ്പിൽ അന്ധനായിട്ട് നിൽക്കുന്നതെന്നുള്ളതായ ഒരു ചോദ്യം വളരെ തിയററ്റിക്കലായിട്ടുള്ളതായ ഒരു ചോദ്യമാണ്. ഒരു മനുഷ്യന്റെ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ സാഹചര്യം ഉണ്ടായി, എന്തുകൊണ്ട് ഈ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുടെ കാരണം എന്താണ്? അവർ ചോദിക്കുന്നത്, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തതിന്റെ ഫലമായിട്ടാണോ ഇവൻ അന്ധനായിട്ട് ജനിക്കുന്നത്? പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നാം ഈ ചോദ്യം കേട്ടിട്ടുണ്ട്. നമ്മോട് പലപ്പോഴും ചോദിക്കാത്തൊരു ചോദ്യമാണ്, ചോദിക്കാതെ ചോദിച്ചൊരു ചോദ്യമാണ്. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിന്റെ ജീവിതത്തിലെ പാപമാണോ എന്ന് ചോദിക്കാതെ ചോദിച്ച അനേകരെ എനിക്കറിയാം. മാനുഷിക രീതിയിൽ പലപ്പോഴും എന്തോ ചെയ്തതിന്റെ പരിണിത ഫലമായിരിക്കാം
അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ചിലര് പറയാറുണ്ട്, കഴിഞ്ഞ തലമുറ ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ തലമുറ അനുഭവിക്കുന്നതെന്ന്. ഒരു തലമുറ അനുഭവിച്ച, അല്ലെങ്കിൽ ഒരു തലമുറ അവരുടെ ജീവിതത്തിൽ ചെയ്ത എന്തോ വലിയ തെറ്റിന്റെ പരിണിത ഫലമായിട്ട് ഇതാ വേറൊരു തലമുറ അതിന്റെ പ്രതിഫലനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയാ, അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതായ ചിന്ത ഇതര മതവിശ്വാസികളുടെ ജീവിതത്തിലുണ്ട്. ഇത് കേവലം ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമല്ല, നാനാജാതി മതസ്ഥരുടെ ഇടയിൽ ഉണ്ടാകുന്നതായ ഒരു അഭിപ്രായമാണ്. കഴിഞ്ഞ തലമുറ ചെയ്തതിന്റെ പാപഭാരം വരും തലമുറകൾ അനുഭവിക്കുമെന്നുള്ളതായ ഒരു ചിന്താഗതി. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. യേശു ക്രിസ്തുവിലായ ഒരു വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ തലമുറയുടെ പാപത്തിന് പകരമായിട്ട് നിന്നെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നതെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. കഴിഞ്ഞ തലമുറയുടെ പാപം നിന്റെ മേൽ ചുമത്തി ആ പാപത്തെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുന്നവനായ ക്രിസ്തു. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന. അങ്ങനെയെങ്കിൽ ഈ പാപലോകത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കണം, വിശ്വാസത്തിൽ വന്ന വിശ്വാസികൾ മനസ്സിലാക്കണം, കഴിഞ്ഞ തലമുറ ചെയ്ത പാപത്തിന് പരിണിത ഫലമായി നിന്നെ ശിക്ഷിച്ച് അതിൽ സംതൃപ്തി അടയുന്ന ഒരു ദൈവത്തെ അല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇവിടെ ഇതാ യേശുവിന്റെ ശിഷ്യന്മാർ കടന്നു വന്ന് യേശുവിനോട് ചോദിക്കുകയാ, ഇവനാണോ അതോ ഇവന്റെ അമ്മയപ്പന്മാരാണോ ഇവൻ അന്ധനായി ജനിക്കുവാനായിട്ടുള്ളതായ കാരണം? യേശു അതിന് പറയുന്ന മറുപടി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇവനുമല്ല ഇവന്റെ അമ്മയപ്പന്മാരും ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമായിട്ടല്ല ഇവൻ കുരുടനായിരിക്കുന്നത്, പിന്നെയോ ഇവനിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാ. ഇന്ന് പകൽക്കാലം ദൂരത്തും ചാരത്തുമായി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ പൈതലേ, ചില പ്രത്യേക അവസ്ഥയിലൂടെ നീ കടന്നു പോകുമ്പോൾ, പ്രത്യേക ജീവിത അനുഭവത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ, ഒരുപക്ഷെ ചുറ്റുപാടുകൾ നിന്നെ നോക്കി പറയും, നീ എന്തോ വലിയ പാപം ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് നീ അനുഭവിക്കുന്നതെന്ന്. എന്നാൽ ഞാൻ പറയാം, ദൈവവചനത്തിൽ പറയുന്നു, അത് അവനോ അവന്റെ അപ്പനമ്മമാരോ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമല്ല, പിന്നെയോ അതിലൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ വേദന അനുഭവിക്കുന്നവരെ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങൾ നേരിടുന്നവരെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിന്റെ ജീവിതത്തിലെ അനുഭവം എന്തിനാണെന്നറിയാമോ? അത് നിന്നിലൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാ. വന്ന് ചോദിക്കുന്നവർ ആരാ? അവർ നിസാരക്കാരല്ല, അവർ യേശുവിന്റെ 12 അപ്പോസ്തലന്മാരാ. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവരെന്ന്. യേശുവിന്റെ ശിഷ്യന്മാരാ. യേശുവിന്റെ ശിഷ്യന്മാർ. ദൈവവചന പ്രകാരം നോക്കുമ്പോൾ ആരാണ് ശിഷ്യന്മാർ? കർത്താവ് ഒരിക്കൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ ആരായിരിക്കും? നിങ്ങൾ എന്റെ ശിഷ്യന്മാരായിരിക്കും.
അപ്പോൾ ആരാണ് ഡിസൈപ്പിൾ? ഹു ഈസ് ദ ഡിസൈപ്പിൾ? The one who growing in the word of God, one who standing with the word of God. Praise the Lord. ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരാണ് ശിഷ്യന്മാർ. ദൈവവചനത്തെ അനുസരിക്കുന്നവരാണ് ശിഷ്യന്മാർ. അതാണ് ദൈവവചനം ശിഷ്യന്മാർക്ക് നൽകുന്നതായ ഡെഫിനിഷൻ. നോക്കണമേ, യേശുവിന്റെ ശിഷ്യന്മാരാവത് ചോദിക്കുന്നത് ദൈവവചനം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വലിയവനായ ദൈവത്തിന്റെ നാവിൽ നിന്ന് കേട്ട് പ്രൈസ് ദി ലോർഡ് അത് മനസ്സിലാക്കി ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്തവർ, ഈ ലോകത്തിൽ ക്രിസ്തീയ ജീവിതം ചെയ്തവർ, അവരാണ് വന്നിട്ട് പറയുന്നത്, കർത്താവേ, ഇവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം, ഇവൻ ബ്ലൈൻഡ് ആയിട്ട് ജനിക്കുവാനുള്ള കാരണം, ഇവൻ ഇതുപോലെ അന്ധനായി ജീവിക്കുവാനുള്ളതായ കാരണം, ഇവൻ ഇതുപോലെ അന്ധനായി ജനിക്കുവാനുള്ള കാരണം അത് ഇവന്റെയോ ഇവന്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപമാണോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, ഇവനാകട്ടെ, ഇവന്റെ അമ്മയപ്പന്മാരാകട്ടെ, പ്രൈസലോ ആരുടെയും പാപമല്ല, പിന്നെയോ ദൈവനാമം മഹിമപ്പെടേണ്ടതിനാ, ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഇവൻ അന്ധനായി ജനിച്ചിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ജനിച്ച സകലരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതി എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഉള്ളത് വ്യത്യസ്ത നിലകളിലാണെന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ട്? ചിലർ ചോദിക്കുന്നു, ദൈവം ഇത്രമാത്രം സർവശക്തനാണ് എങ്കിൽ ഞാൻ എന്തിന് കഷ്ടം അനുഭവിക്കണം? ഈ ലോകത്തിൽ എന്തിന് ഇത്രയധികം കഷ്ടങ്ങൾ ഉണ്ടാകണം? എന്തുകൊണ്ട് ചിലർ മുടന്തരായി ജനിക്കുന്നു? എന്തുകൊണ്ട് ചിലർ ഹല്ലേലൂയ അന്ധന്മാരായി ജനിക്കുന്നു? എന്തുകൊണ്ട് ചിലർ വൈകല്യമുള്ളവരായിട്ട് ഈ ലോകത്തിൽ ജനിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടിയും നമുക്കറിയാം. നാം ഒരു കുശവന്റേതായ പാത്രം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അയൽവക്കക്കാരുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല അവൻ പാത്രം ഉണ്ടാക്കുന്നത്, തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. ഇന്ന് പകൽക്കാലം എന്നെയും നിന്നെയും നിർമ്മിച്ചവനായ ഒരു വലിയവനായ ദൈവത്തിന്, സൃഷ്ടിച്ചവനായ ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ടത്. ഇവിടെ ഈ മനുഷ്യനോട് പറയുകയാണ്, ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, എന്താ പറയുന്നത്? ഇവനാകട്ടെ, ഇവന്റെ അമ്മയപ്പന്മാരാകട്ടെ, ആരും പാപം ചെയ്തത് കൊണ്ടല്ല, പിന്നെയോ ദൈവ പ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനു വേണ്ടി. God is going to do some miracle. Praise the Lord. Hallelujah. God is going to reveal his work through this man. ഇവനിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാ. ഭാരപ്പെടുന്ന മാതാവേ, ഭാരപ്പെടുന്ന സഹോദര, എന്തിന് എന്റെ ജീവിതത്തിൽ ഇത് തന്നു എന്ന് ഭാരപ്പെടുന്നതിന് പകരം ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, നീ വിശ്വസിക്കേണ്ടത് ഇപ്രകാരമാണ്: നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്. ഒന്നാമത്തെ കൂട്ടർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. രണ്ടാമത്തെ കൂട്ടർ ആരാന്നറിയാമോ? അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എന്താ പറയുന്നറിയാമോ? ഹല്ലേലൂയ. അവൻ 7-ാമത്തെ വാക്യത്തിൽ അവൻ ശീലോഹവും കുളത്തിൽ പോയി എന്ത് ചെയ്തു? കഴുകി. എന്നിട്ട് അവൻ തിരിച്ചു വരുന്നത് എപ്രകാരമാണെന്നറിയാമോ? ശീലോഹം എന്ന വാക്കിന് അവിടെ പറഞ്ഞിരിക്കുന്നത് അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായിട്ട് മടങ്ങി വന്നു. അന്ധനായ മനുഷ്യൻ കർത്താവ് എങ്ങനെ സുഖപ്പെടുത്തുന്നു? അവൻ തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടിയിട്ട് അവനോട് പറഞ്ഞു, നീ ഗോ ആൻഡ് വാഷ് ഇൻ ദ പൂണ്ട് ഓഫ് ശീലോ. നീ ശീലോകം കുളത്തിൽ പോയി എന്ത് ചെയ്യുക? നിന്റെ കണ്ണ് കഴുകുക. നോക്കണമേ, ഇവിടെ ആ ശീലോഹം കുളത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അയക്കപ്പെട്ടവൻ എന്ന അർത്ഥമാണ്. നോക്കണമേ, യേശുവിൻ്റെ കൂട്ടത്തിൽ വന്ന് ആദ്യം ഇവനെപ്പറ്റി സംശയം ചോദിക്കുന്നതും അപ്പോസ്തലന്മാരാ. അപ്പോസ്തലന്മാർ എന്ന വാക്കിന്റെ അർത്ഥവും അയക്കപ്പെട്ടവൻ എന്നാ. ഇവിടെ ഇതാ രണ്ടാമത് ഇവൻ എന്ത് ചെയ്തു? ശീലോഹം കുളത്തിൽ പോയി കഴുകിയിട്ട് മടങ്ങി വരുമ്പോൾ
8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ്റെ അയൽക്കാർ വന്ന് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്. അയൽക്കാർ വന്നിട്ട് പറയുകയാണ്, അവനെ മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. നോക്കണമേ, രണ്ടാമത്തെ കൂട്ടർ അവൻ്റെ അയൽവക്കക്കാരാ. ഒന്നാമത് ചേല ലോഗ്, സെക്കंड दूसरा हम लोग प्राइस हालेलुया पड़ोसी लोगों को देखता है. प्राइस फर्स्ट वी आर सीइंग द डिसाइपल ऑफ लॉर्ड जीसस क्राइस्ट, सेकंड वी आर सीइंग നെയ്ബേഴ്സ്. പ്രൈസ് ദി ലോർഡ്. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ്റെ അയൽക്കാർ വന്നിട്ട് എന്താ പറയുന്നത്? മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവൻ ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ. അയൽക്കാർക്ക് ഈ മനുഷ്യനെ അറിയാം. അന്ധനായ മനുഷ്യൻ, അന്ധനായ ഈ വ്യക്തി എങ്ങനെയാണ് മുൻകാലങ്ങളിൽ ഇരുന്നതെന്നും താൻ എന്ത് പ്രവൃത്തിയാണ്, എന്ത് വർക്കാണ് ചെയ്തതെന്നും നന്നായിട്ടറിയാവുന്നവരാണ് ആര്? അയൽവക്കക്കാർ. ഇവർ വന്നിട്ട് പറയുകയാണ്, ഇവൻ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ പറയുമ്പോൾ ചിലർ പറയുന്നു ഇവനെ പോൽ ഉള്ള ഒരുത്തനാണ് അവിടെ ഇരുന്നത്. നോക്കണമേ, യേശുവിൻ്റെ അടുക്കൽ പോയി യേശുവിനാൽ സൗഖ്യം പ്രാപിച്ച് തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ തൻ്റെ അയൽക്കാരായ വ്യക്തികൾ തന്നെ ഹല്ലേലൂയ അവനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, ഇവനായിരിക്കാം അവിടെ ഇരുന്നവർ, ഇവനായിരിക്കാം അവിടെ റോഡരികിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ എന്താ പറയുന്നത്? അവൻ തന്നെ എന്ന് ചിലരും അവനെ പോലെ ഉള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. നോക്കണമേ, തൻ്റെ വരവ് കണ്ട് അവരുടെ പരിചയത്തിൽ കണ്ണു കാണാത്തതായ ഒരു മനുഷ്യൻ, ബ്ലൈൻഡ് ആയിരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഇവനെ പറ്റി ഇവന്റെ അയൽവക്കാർക്കറിയാവുന്നത്. എന്നാൽ യേശു ഇവനെ സൗഖ്യം പ്രാപിച്ച് കണ്ണിന് കാഴ്ചയുള്ള ായിട്ട് മടങ്ങി ചെല്ലുമ്പോൾ ഇവന്റെ അയൽക്കാർ പോലും ഇവനെ ഡൗട്ട് അടിക്കുകയാ, ഇവന് സംശയിക്കുകയാ. അവര് പറയുന്നത് ഇവൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനാ. ഞാൻ ഒരു കാര്യം പറയാം, അന്ധനായിരുന്നപ്പോൾ ഇവൻ ഒരു ഭിക്ഷാടകനായി റോഡിന്റെ അരികിലിരുന്നെങ്കിൽ യേശുവിനെ കണ്ടപ്പോൾ യേശുവിന്റെ കണ്ണിനെ സൗഖ്യമാക്കിയപ്പോൾ ഇവൻ ഇനി ഭിക്ഷ എടുക്കേണ്ട കാര്യമില്ല. കാരണം അന്ന് എനിക്ക് കാണുവാൻ കഴിയത്തില്ലായിരുന്നു, ഇന്ന് എനിക്ക് കാണുവാനായിട്ട് പറ്റുന്നു. That is the testimony of this blind man. He will say, once I was a blind, but now I can see. Praise the Lord. അവന് പറയുവാൻ കഴിയും, ഒരിക്കൽ ഞാൻ അന്ധനായിരുന്നു, ഈ ലോകത്തെ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല, എന്നാൽ എനിക്കിന്ന് സകലതും കാണാം എന്ന് അവൻ പറയുമ്പോൾ അവനറിയാം, ഇനി എനിക്ക് ഭിക്ഷ എടുക്കേണ്ട കാര്യമില്ല, എനിക്കിനി വഴിയരികെ ഇരുന്ന് ഭിക്ഷ യാചിക്കേണ്ട കാര്യമില്ല. യേശു എൻ്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തി. നോക്കണമേ, ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഇവൻ പാപിയായി ഇതുകൊണ്ടാണോ ഇവൻ കുരുടനായത്? ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തത് കൊണ്ടാണോ ഇവൻ കുരുടനായത്? യേശു അവനോട് പറഞ്ഞത്, ഇവനല്ല, ഇവന്റെ അമ്മയപ്പന്മാരല്ല, പിന്നെ ഇതിന്റെ പിന്നിലുള്ള ദൈവ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവനിൽ കൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെടണം. നോക്കണമേ, ഇവനിൽ കൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ഇവന്റെ അയൽവക്കക്കാർ ഇവൻ തന്നെ അല്ലയോ എന്ന് സംശയിക്കുകയാ. നോക്കണമേ, ഞാൻ പറയാം, ഇവനെ യേശു തൊട്ടപ്പോൾ, ഇവൻകൾ ദൈവപ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഇനി ഇവന് ഭിക്ഷ എടുക്കേണ്ടതായി കഴിയത്തില്ല. ഞാൻ പറയാം, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും തഴയപ്പെട്ട വ്യക്തിയായിരിക്കാം, നിങ്ങൾ ഈ ലോകത്തിൽ വെച്ച് എല്ലാവരും നിരാകരിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്തിൽ വെച്ച് മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഈ മനുഷ്യൻ അങ്ങനെയാണ്.
മറ്റുള്ളവരുടെ സഹായത്താൽ ഭിക്ഷാടന സ്ഥലത്ത് വന്നിരുന്ന് ഭിക്ഷ യാചിച്ചവനായിരിക്കാം. ഞാനൊരു കാര്യം പറയാം, ഇന്ന് പകൽക്കാലം യേശു നിന്നെ തൊട്ടാൽ ഈ കുരുടനായ മനുഷ്യന് നമ്മളോട് പറയുവാനുള്ള സന്ദേശം, എൻ്റെ നിലയ്ക്ക് അവൻ മാറ്റം വരുത്തി, എൻ്റെ ജോലിക്ക് അവൻ മാറ്റം വരുത്തി. പഴയത് എനിക്കുണ്ടായിരുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ ബ്ലൈൻഡ് ആയിരുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ്, അന്ധനാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ്. അന്ധനായിട്ടുമാണ് ലോകം ഇവനെ അറിയുന്നതെങ്കിൽ, ഇവന്റെ അയൽവക്കക്കാർ ഇവനെ അറിയുന്നതെങ്കിൽ, യേശുവിന്റെ ശിഷ്യന്മാർ ഇവനെ കണ്ടതെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിന്റെ അവസ്ഥയെ മാറ്റുവാൻ എൻ്റെ യേശു വലിയവനാണ്. നിന്റെ പഴയ സർട്ടിഫിക്കറ്റുകളെ വായിച്ചു കീറി ദൂരെ എറിയുന്നവനാണ് കർത്താവ്. കാരണം പഴയത് ഇവൻ ഉണ്ടായിരുന്നത്, പഴയവന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൈൻഡിന്റെ സർട്ടിഫിക്കറ്റാണ്. Now he got the new certificate. The old certificate which he had before means the certificate of blind. Now he got the new certificate. That certificate tells that now I can see everything rightly. ആദ്യം ഇവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ധനാണ് എന്നുള്ള സർട്ടിഫിക്കറ്റാ. എന്നാൽ ഇപ്പോൾ ഇവന്റെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് I am no more blind. Praise the Lord. Once I was a blind, but now I can see. Praise the Lord. അങ്ങനെ ഇവന്റെ അയൽവക്കക്കാർ എന്തു ചെയ്തു? ഇവന്റെ അടുക്കലേക്ക് കടന്നു വന്നു. അവനെ കൂട്ടിക്കൊണ്ട് മൂന്നാമത്തെ കൂട്ടർ അടുക്കലേക്ക് കൊണ്ടുപോകുകയാണ്. മൂന്നാമത്തെ കൂട്ടരെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നത് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. ഫരസീസിന്റെ അടുക്കൽ, പരീശന്മാരുടെ അടുക്കലേക്ക് ഒന്നാമത് ഇവനെ കണ്ടത് ഡിസൈപ്പിളാണ്, ശിഷ്യന്മാരാണ്. രണ്ടാമത് ഇവനെ കണ്ടത്, ഇവനെ കുറിച്ച് പറഞ്ഞത് അവന്റെ അയൽവക്കക്കാരാണ്. മൂന്നാമത്തെ കൂട്ടരാണ് പരീശന്മാർ. പരീശന്മാരുടെ അടുക്കലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ പരീശന്മാർ എന്താണ് ഹല്ലേലൂയ ചെയ്യുന്നതെന്ന് അറിയാമോ? അവർ നിന്നെ ആരാണ് സൗഖ്യമാക്കിയത്, എങ്ങനെയാണ് നിനക്ക് ഈ സൗഖ്യം ലഭിച്ചത് എന്നിത്യാദി ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നിനക്കെങ്ങനെയാണ് സൗഖ്യം ലഭിച്ചത്? ആ 14-15 വാക്യത്തിൽ തനിക്ക് ലഭിച്ച സൗഖ്യത്തെ വിവരിക്കുന്നു ആ മനുഷ്യൻ. അതിന്റെ അർത്ഥം അവർ ചോദിച്ചു, ഹൗ യു ഗോട്ട് ഹീലിംഗ്. 16-ാമത്തെ വാക്യത്തിൽ കാഴ്ച പ്രാപിച്ചു കഴിഞ്ഞ വ്യക്തിയുടെ അടുക്കലേക്ക് സൗഖ്യമാക്കിയവനെ പറ്റിയുള്ളതായ അഭിപ്രായങ്ങളാണ്. കാരണം അവർ പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇത് നിയമലംഘനമാണ്. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ശബത്തിൽ ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല. അപ്പോൾ നിന്നെ സൗഖ്യമാക്കിയവൻ ഒരു വലിയ പാപിയ, കാരണം ശബത്തിനെ അവൻ ലംഘിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് ഇവരെന്താ പറയുന്നറിയാമോ? പരീശന്മാർ കുരുടനായവന്റെ അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? അവരോട് ചോദിക്കുകയാ, നിങ്ങളുടെ ഈ മകൻ കുരുടനായിരുന്നു എന്ന്. This young man was blind when he was born. ഇവൻ ജനിച്ചപ്പോൾ മുതലേ ഇവൻ അന്ധനായിരുന്നോ എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ. ഞാനൊരു കാര്യം പറയാം, യേശു സൗഖ്യമാക്കിയിട്ടുണ്ടെങ്കിൽ
നീ ഹീല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, ചില ശുശ്രൂഷകളിൽ കണ്ടിട്ടുണ്ട്. യേശു സൗഖ്യമാക്കി, പഴയ എൻ്റെ രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതാ. യേശു സൗഖ്യമാക്കിയതിന് ശേഷം പിന്നീട് അവർ വേറൊരു സർട്ടിഫിക്കറ്റ് ഉയർത്തി കാണിക്കുന്നു. ആരെ പ്രൂഫ് ചെയ്യുവാൻ? ലോകത്തിനെ പ്രൂഫ് ചെയ്യുവാൻ. ഞാൻ പറയാം, യേശു നിന്നെ സൗഖ്യമാക്കിയാൽ, സൗഖ്യമായ സാക്ഷ്യം പ്രസ്താവിച്ചാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ സർട്ടിഫിക്കറ്റ് ഉയർത്തേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. എടാ, യേശു സൗഖ്യമായ യേശുവിന് ഈ ലോകത്തിലെ മെഡിക്കൽ സയൻസിന്റെ റെക്കമെൻഡ് വേണമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു സൗഖ്യമാക്കെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യുവാൻ മെഡിക്കൽ സയൻസിന്റെ പ്രൈസ് ദി ലോർഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് സ്വന്തം ജീവിതത്തിൽ മനസ്സിലാക്കിയവനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ രോഗബാധിതനായിരുന്നു. എന്നെ സൗഖ്യമാക്കിയ യേശു കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ സർട്ടിഫിക്കറ്റ് ഇന്ന് വരെ പൊക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വന്നില്ല. ഞാൻ കഴിച്ച മരുന്ന് മാത്രമേ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ. എൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ പരീശന്മാർ ചെന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവൻ്റെ അമ്മയപ്പന്മാരോട് ചോദിച്ചു, ഇവൻ അന്ധനായി ജനിച്ച മനുഷ്യനാണോ? ഒന്നാമത് കാരണം ഇവൻ്റെ പഴയ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക? ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് കാണും ഇവൻ ബ്ലൈൻഡ് ആണ് എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അവൻ എങ്ങനെ സൗഖ്യം പ്രാപിച്ചു, ഇവൻ്റെ കണ്ണ് തുറന്നത് ആര് എന്ന് ചോദിക്കുന്നു. അതിന് അവരെന്താ? യഹൂദന്മാരെ പേടിച്ച് ഭയപ്പെട്ട് അമ്മയപ്പന്മാർ പറഞ്ഞത് എന്താണെന്നറിയാമോ? അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹീസ് എ മെച്ചൂർഡ് മാൻ. അവനെ സൗഖ്യമാക്കിയത് ആരാണെന്നും അവൻ എങ്ങനെ സൗഖ്യം പ്രാപിച്ചെന്നും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവർക്കറിയാം. അതുകൊണ്ട് അവനറിയാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അവനോട് ചോദിക്കുക. ഒരു നല്ല ആൻസറാ. പക്ഷെ ആൻസർ എവിടുന്നാ വരുന്നതെന്നറിയാമോ? യഹൂദന്മാരെ പേടിച്ചിട്ട് അവർ പറഞ്ഞ കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ പറഞ്ഞാൽ യേശു എന്ന് പറയുന്ന ഒരാൾ സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ യേശു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തുപ്പിച്ചേറുണ്ടാക്കി അവൻ ശീലോകം കുളത്തിൽ പോയി മുഖം കഴുകിയപ്പോൾ അവന് സൗഖ്യം വന്ന് എന്ന് അമ്മയപ്പന്മാരുടെ വായിൽ നിന്ന് വന്നാൽ എന്തു പറ്റുമെന്നറിയാമോ? യഹൂദന്മാർ അവരെ പള്ളിക്ക് പുറത്താക്കും. യഹൂദന്മാർ അവരെ പള്ളിക്ക് പുറത്താക്കും. അപ്പം പള്ളി ഭ്രഷ്ടരാകാതിരിക്കേണ്ടതിന് വേണ്ടി യഹൂദന്മാരെ പേടിച്ച് അവർ പറഞ്ഞൊരു കാര്യമാ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുക. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സാക്ഷ്യം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇത് പ്രൈസ് ദി ലോർഡ് അവർ പറഞ്ഞതിനകത്ത് ഇൻഡയറക്റ്റായി എനിക്ക് ലഭിക്കുന്ന ഒരു പ്രകാശനം ഇതാ. നോക്കണമേ, അന്ധനായിരുന്നവന് സൗഖ്യം വന്നപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തത് അവനാ. അവൻ്റെ അമ്മയപ്പന്മാർ അവന് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഒന്ന് മനസ്സിലാക്കുക. യേശുവിൽ നിന്ന് സൗഖ്യം അനുഭവിച്ചവന് മാത്രമേ സൗഖ്യത്തെ പറ്റി ഇത്ര ക്ലിയർ ആയിട്ട് പറയുവാൻ കഴിയത്തുള്ളൂ. സൗഖ്യം പ്രാപിച്ചു, എനിക്ക് ദൈവം സൗഖ്യം തന്നു എന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരുപക്ഷെ ആ സാക്ഷ്യം ആയിരക്കണക്കിന് ആൾക്കാർ കേട്ടാലും അവർക്ക് സൗഖ്യം എക്സ്പീരിയൻസ് ചെയ്ത രീതി പറയുവാൻ പറ്റത്തില്ല. പിന്നെയോ സൗഖ്യം പ്രാപിച്ചവന് പറയാൻ പറ്റും, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന്. ഈ പരീശന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? ഇവനോട് ചോദിച്ച് ഇവൻ്റെ അമ്മയപ്പന്മാർ ആൻസർ പറഞ്ഞതിന് ശേഷം വീണ്ടും ഈ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് ചോദിക്കുകയാ, നിന്നെ സൗഖ്യമാക്കിയത് എങ്ങനെയാ? നിന്നെ സൗഖ്യമാക്കിയത് എങ്ങനെയാ? നിന്നെ ആരാണ് സൗഖ്യമാക്കിയത്? നിന്നെ സൗഖ്യമാക്കിയവൻ ഒരു പാവിയാണെന്ന് നീ അറിയുന്നില്ലയോ? വീണ്ടും വീണ്ടും ഇത് പറയുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ
നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്താ? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവനെ ശകാരിച്ചു. നോക്കണമേ, ബാർ അടിക്കടി ഇവനോട് വന്ന് ചോദിച്ചപ്പോൾ അവൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവനെ ശകാരിച്ച് മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവൻ ചെയ്യുന്നത് തെറ്റെന്ന് പ്രൂവ് ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ പിന്നീട് അവനെ എന്ത് ചെയ്തു? എല്ലാവരും പുറത്താക്കി അവൻ ത്യജിക്കപ്പെട്ടവനായി വെളിയിൽ നിൽക്കുന്നതായ സമയത്ത് അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടിട്ട് അവനെ കണ്ടിട്ട് പറയുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ച്. അതിന് അവൻ യജമാനനെ, അവൻ ആരാകുന്നു, അവനിൽ ഞാൻ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറയുകയാണ് അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞ് ഉടനെ അവൻ എന്ത് ചെയ്തു? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കണമേ, ഒരു മനുഷ്യന്റെ സൗഖ്യത്തെ ചോദ്യം ചെയ്ത് അനേകരെ കടന്നു വരികയാ. വ്യത്യസ്തമായ 3 കൂട്ടരെയാണ് നാം കണ്ടത്. ഒന്ന് യേശുവിന്റെ ശിഷ്യന്മാര്, ഡിസൈപ്പിൾ. ഫസ്റ്റ് we see we saw the disciple of Lord Jesus Christ. Second, we have seen the neighbors. ഒന്നാമത് യേശുവിന്റെ ശിഷ്യന്മാര്, രണ്ടാമത് നെയ്ബേഴ്സിനെ കണ്ടു. തേർഡ്, we have seen the Pharisees. മൂന്നാമത് നമ്മൾ പരീശന്മാരെ കണ്ടു. നോക്കണമേ, യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ ശിഷ്യന്മാരുടെ ഡൗട്ട് ഇതാണ്: ഇവൻ പാപിയായി ജനിക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്? ഇന്നും അനേകർക്കുള്ളതായ മറ്റു പലരുടെയും പരിതസ്ഥിതികളെ കണ്ടിട്ട്, മറ്റു പലരുടെയും രോഗാവസ്ഥകളെ കണ്ടിട്ട്, മറ്റു പലരുടെയും വീടിൻ്റെ അവസ്ഥകൾ കണ്ടിട്ട് ചിലർ മനസ്സിൽ ഓപ്പണായിട്ടല്ലെങ്കിലും മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇവൻ ഇത് അനുഭവിക്കുവാൻ എന്തോ വലിയ പാപം ചെയ്തു. ഞാൻ പറയട്ടെ, എല്ലാ രോഗത്തിനും കാരണം പാപമാണെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ല. എന്നാൽ ലോകത്തിൽ രോഗം കിടന്നത് പാപം കാരണമാണെങ്കിലും ഒരു വ്യക്തിയിൽ രോഗം വരുന്നത് അതിന് കാരണം പാപമാകണമെന്നില്ല. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, അത് ദൈവനാമം മഹിമപ്പെടേണ്ടത് വേണ്ടിയായിരിക്കാം. ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ പ്രവൃത്തി അവനിലൂടെ വെളിപ്പെടുന്നതിന് വേണ്ടിയായിരിക്കാം. രണ്ടാമത്തെ കൂട്ടർ വന്നത് ആരാണ്? അവൻ്റെ അയൽവക്കക്കാരാണ്. അവർ വന്ന് എന്താ ചോദിക്കുന്നതെന്നറിയാമോ? അവർ വന്ന് ഇവനെ കണ്ടിട്ട് ഇവൻ തന്നെയാണോ എന്ന് സംശയിക്കുക. പലപ്പോഴും നമുക്കുണ്ടായ മാറ്റം നമ്മുടെ പരിസരങ്ങളിൽ അംഗീകരിക്കുവാൻ പറ്റാത്തതാണ്. കാരണം അവർക്ക് നമ്മളുടെ മുൻകാല ചരിത്രം അറിയാം. പലപ്പോഴും പലരും മാനസാന്തരപ്പെട്ട് സ്വന്തം ദേശത്ത്, സ്വന്തം സഭയിൽ, സ്വന്തം ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ പലർക്കും ഡൗട്ടാ, ഇവൻ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടിട്ടാണോ, ഇവൻ ഈ പറയുന്ന മാറ്റങ്ങളിൽ ഇവൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് പലപ്പോഴും സംശയിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഈ വ്യക്തി, മാനസാന്തരപ്പെട്ട വ്യക്തിയുടെ മുൻകാല ചരിത്രങ്ങൾ നല്ലവണ്ണം അറിയാവുന്നവരാ. അവരിപ്പോഴും സംശയ ദൃഷ്ടിയോടുകൂടിയാ ഇവനെ നോക്കുന്നത്. ഇവൻ അന്ധനായ മനുഷ്യനായിരുന്നു, ഇവൻ വഴിയിലിരുന്ന് യാചിക്കുന്ന മനുഷ്യനായിരുന്നു, അല്ലയോ ആയിരുന്നു എന്ന് സംശയ ദൃഷ്ടിയാ അവനെ വീക്ഷിക്കുന്നവരുടെ മധ്യത്തിൽ അവൻ നിന്നുകൊണ്ട് പറയുകയാണ്, അതെ, ആ വഴിയരികിൽ നിന്ന് ഭിക്ഷ യാചിച്ചവൻ, ജന്മന അന്ധനായി ജനിക്കപ്പെട്ട വ്യക്തി, അവൻ ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു. ഇവരെന്ത് ചെയ്തെന്നറിയാമോ? അവിടെ നിന്നുകൊണ്ടും ഇവരുടെ സംശയം തീരാതെ അവർ അവനെ പരീശന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അക്കാലത്തെ ഏറ്റവും നല്ല ന്യായശാസ്ത്രിമാരും ഫരീശന്മാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോശയുടെ ഗ്രന്ഥത്തിൽ അടിവരയിട്ട് സകല കാര്യങ്ങളും മനപ്പാഠമാക്കി സകലതിനെയും കീറി മുറിച്ച് പഠിച്ചു വച്ചിരിക്കുന്നവരാ. സദൂക്യരും പരീശന്മാരും അവർക്കുള്ള പ്രത്യേകത, ചിലർ ഉയർപ്പിനെ വിശ്വസിക്കുന്നു, മറ്റു ചിലർ ഉയർപ്പിനെ വിശ്വസിക്കുന്നില്ല. ഈ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഇവരുടെ ഇടയിൽ. ന്യായപ്രമാണ തത്വസംഹിതകൾ അരച്ചു കലക്കി കുടിച്ചിട്ട്
പരീശന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവർക്കറിയേണ്ടത് എങ്ങനെയാണ്, എപ്രകാരമാണ്, ആരാണ് നിന്നെ സൗഖ്യമാക്കിയത്. പ്രൈസ് അതും കൊണ്ട് തീരാഞ്ഞിട്ട് ഓടി അവന്റെ വീട്ടിലേക്ക് പ്രൈസ് അവന്റെ അമ്മയപ്പന്മാരോട് ചോദിച്ചു, ഇവൻ യഥാർത്ഥമായിട്ട് പ്രൈസ് അന്ധനായി ജനിച്ചവനായിരുന്നു. ഞാൻ പറയാം, പഴയ കാലത്ത് അവൻ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അന്ധനാണ് എന്നുള്ളതായ സർട്ടിഫിക്കറ്റ്. എന്നാൽ യേശു അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇനി അന്ധനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമില്ല. പ്രൈസ് കാരണം അവന്റെ കണ്ണുകൾക്ക് ഇപ്പോൾ പ്രകാശമുണ്ട്, അവന് എല്ലാരെയും കാണുവാൻ പറ്റും. അവന് പറയും, once I was blind, now I can see. അതുകൊണ്ട് അവൻ പറയും, എനിക്ക് ആ പഴയ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഹിന്ദിയിൽ പറഞ്ഞാൽ പുരാന സർട്ടിഫിക്കറ്റ് കോ ഫാട് കെ ഫേകോ അഭി നയാ മിൽ ഗയാ ആപ്കോ. പ്രൈസ് ഹല്ലേലൂയ. ഒരു പുതിയ സർട്ടിഫിക്കറ്റ്. ഞാൻ വിശ്വസിക്കുന്നത് വീണ്ടും അവൻ ഫിഷ് എടുക്കുവാനായിട്ട് ആ സടക്ക് കിനാരം നഗയ. പ്രൈസ് ഹല്ലേലൂയ. അവൻ ആ റോഡിൻ്റെ അരികിൽ വീണ്ടും ഫിഷ് യാചിക്കുന്നതിനായിട്ട് അവൻ കടന്നുപോയില്ല. പിന്നെയോ അവൻ്റെ സ്ഥിതിഗതികളെ മാറ്റി അവന് പറയുവാൻ കഴിയും, ഞാൻ അന്ധനായിരുന്നു, എൻ്റെ യേശു എന്നെ മാറ്റി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, പ്രൈസ് ഒരു പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ വേദനകളിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്, പരിസ്ഥിതികൾ കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. പ്രൈസ് മറ്റൊരു വീട്ടിലും സംഭവിക്കാത്ത ചില അനർത്ഥങ്ങളിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്, ചില വേദനയിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ അയൽവക്കക്കാർ പ്രൈസ് വന്നിട്ട് സഹപാഠികൾ, സഹവിശ്വാസികൾ ചോദിക്കും, എന്തോ തലമുറകളായിട്ടുള്ള പാപം നിന്നെ പറ്റുന്നത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഇത് വന്നത്. ഞാൻ പറയാം, ആ വാക്കുകളെ എല്ലാം തൃണവൽക്കരിക്കാൻ, ആ വാക്കുകളെ എല്ലാം വലിച്ചു ദൂരെയേറി ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ, നിന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ എൻ്റെ യേശുവിന് പ്രവർത്തിക്കുവാനുണ്ട്. അതുകൊണ്ടാണ് ഈ അസാധാരണ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഭാരപ്പെടണ്ട. ദൈവകരങ്ങളിലേക്ക് ഉയർത്തെഴുന്നേറ്റവനാണ് നസ്രത്തുകാരനായ യേശു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മനോഹരമായ കല്ലറ പണിത അരമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? എത്ര ക്ലിയറായിട്ട് അവൻ ആ കല്ലറ പണിതും മരണത്തെ കാത്തിരുന്നതാ. പക്ഷെ അതിനകത്താദ്യം അകടക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവാ. ഞാനൊരു വാക്കിൽ ഇപ്രകാരം പറയാം, അരമത്യക്കാരനായ യോസഫിന് അവൻ്റെ കല്ലറ അതുപോലെ മടക്കി കൊടുത്തവനാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. അവനെയാണ്. അവൻ ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. ആയിരങ്ങൾക്ക് വിടുതലായിട്ട് മാറുന്നവൻ, ആയിരങ്ങൾക്ക് മാനസാന്തരം കൊടുക്കുന്നവൻ. അവന്റെ വചനം ഇപ്രകാരം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സകല മാനവ രാശിയുടെയും രക്ഷയ്ക്ക് പാത്രീഭൂതനാകുന്ന